ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആനപ്പുഴയിൽ താലാണേ. അപ്പോൾ താലത്തിന് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ റെഡി ഒന്നും ആയിട്ടില്ല, ഇട്ട വശത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നായിട്ട് റെഡി ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3:30 മണിയായിട്ടുണ്ട്. അവിടെ 5:30ക്ക് വെടിക്കെട്ട് വെച്ചിട്ട് താല ഇറങ്ങും. 5:30 to 6 മണിക്കുള്ളിൽ താല അവിടെ നിന്ന് പുറപ്പെടും. അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. അവരെ കൂടെ ഞാൻ താല എടുക്കുന്നില്ല കേട്ടോ, എനിക്ക് ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. എല്ലാ കൊല്ലം എടുക്കാറുള്ളതാണ്. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം എടുത്തില്ല. തുമ്പി ചെറുതാണ്, പിന്നെ ഗർഭിണിയായ സമയത്ത് എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഫുൾ കൊല്ലം ഞാൻ എടുക്കാറുള്ളതാണ്. എനിക്ക് എന്നിട്ടാണ് അടുത്ത കൊല്ലം എടുക്കണം എന്നൊക്കെ ഇട്ട് കേട്ടോ. ഇനി എല്ലാ കൊല്ലം എന്തായാലും എടുക്കും, കൊല്ലം കൂടി എടുക്കണില്ല കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ റെഡിയാവാൻ പോവാണ്. അതിനാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ റെഡി ആയിട്ട് ജസ്റ്റ് ആ താലത്തിൻ്റെ കൂടെയൊക്കെ പോകണം. ആര്യ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറുമില്ല കേട്ടോ, പാറുവിൻ്റെ കൊച്ചിന് പാടില്ലാണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ അവളില്ല. പിന്നെ ചിന്നു വരുമായിരിക്കും. ആര്യ താലം എടുക്കുന്നുണ്ട്, ചിന്നു താലം എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പീലിനെ കൊണ്ട് എടുപ്പിക്കായിരിക്കും. ആര്യ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ പോകണം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് പന്തലാൽക്കൽ ഉത്സവമാണ്. ആനപ്പുഴ ഉത്സവവും പന്തലാൽക്കൽ ഉത്സവവും സെയിം ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറില്ല കേട്ടോ, പരിസരത്തൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ആനപ്പുഴയ്ക്ക് പോവുള്ളൂ. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങണം, നേരത്തെ റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി റെഡിയായി കഴിഞ്ഞിട്ട് കാണോട്ടോ റെഡി ആവണതൊന്നും. പിള്ളേർ റെഡിയാക്കണമൊക്കെ എനിക്കൊരു ഷോർട്സ് ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവള് ഭയങ്കര വാശിയാണ്, മൂക്കൊലിക്കുന്നുണ്ട്. പോണ വഴിക്ക് മരുന്ന് മേടിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് അമ്പലപ്പറമ്പിൽ നല്ല പൊടിയല്ലേ. പിന്നെന്ന് വെച്ചാൽ നമുക്കൊരു പരിധി ഉണ്ട്, ഇവരെ ഒരു ഓട് തിരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും ഉത്സവം കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. പനി പിടിക്കും, അല്ലെങ്കിൽ ജലദോഷം പിടിക്കും, തുമ്മൽ പിടിക്കും, ചുമ പിടിക്കും, ഉറപ്പാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തിട്ടാണ് റെഡി ആക്കിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും. കഴിഞ്ഞ വീഡിയോസും ഉത്സവത്തിൻ്റെ കാര്യങ്ങളായിരിക്കില്ല. നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ആനപ്പുഴക്കാരെ സംബന്ധിച്ച് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. ഓണമല്ല, വിഷു അല്ല, ക്രിസ്മസ് അല്ല, ഇതിനെ അപേക്ഷിച്ച് ഉത്സവമാണ് ഏറ്റവും വലുത്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കും, വീട്ടിൽ പലഹാരം ഉണ്ടാക്കും. എൻ്റെ വീട്ടിൽ ഈ കൊല്ലം ഉണ്ടാക്കിയത് ദിവസം കൂടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ആ ഒരു ദേശത്തിന് ആനപ്പുഴ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹരാണ്. എല്ലാതും 5 ദിവസം പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റുമെങ്കിൽ 5 ദിവസം പുതിയ ഡ്രസ്സ് ഇടും. എല്ലാവരും മുന്നിൽ ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ കാണിക്കാമെന്നൊക്കെ പറയണത് ഒരു രസമാണ്. അപ്പോൾ നീ ഡ്രസ്സ് മേടിച്ചാൽ ഞാൻ ഡ്രസ്സ് മേടിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ലേ, പണ്ടത്തെ ഒരു ഇത്. പണ്ടെന്നൊക്കെ പറയണത് ഭയങ്കര വരുന്നു, പക്ഷേ പണ്ടത്തെ ഗുമ്മൊന്നും ഇപ്പം ഇല്ല എന്ന് പറയാം. പണ്ടെന്നൊക്കെ പറയണത് ഭയങ്കരമാണ്, വിരുന്നാരി വരലും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഈ പ്രാവശ്യം എല്ലാവർക്കും തിരക്കാണ്. പിന്നെ പൊതുവേ ഈ കൊല്ലം ഉത്സവത്തിന് ആൾക്കാർ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ കുറവാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് താലത്തിന് പോകുന്ന ഡ്രസ്സ് കേട്ടോ. അപ്പോൾ പുതിയതൊന്നല്ല, പഴയ തന്നെയാണ്. ഈ ഡ്രസ്സും ഈ ഒരു പാവാട എന്ന് പറയുന്നത് 2-3 വർഷം മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഉപകാരമാണ് കേട്ടോ. ഈ ഇങ്ങനെ കസവ് പാവാട നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരം ടോപ്പിനിടാമല്ലോ. പിന്നെ ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ട്രെൻഡ് കുറേ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ നീലയാണ് കേട്ടോ കളർ കോംബോ വന്നിട്ടുള്ളത്. ആ നീല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തത് 3-4 ദിവസം മുന്നാണ്. പിന്നെ കൊണ്ടേ കൊടുക്കാനുള്ള ഒരു മടിയും കാരണങ്ങളും കൊണ്ട് ഞാൻ തയ്ച്ചില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. തുമ്പിക്ക് ഞാൻ റെഡിമെയ്ഡ് ഒരു പട്ടുപാവാട എടുത്തതാണ്. തുമ്പിക്കും എനിക്കും കോമ്പായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തതാണ് കേട്ടോ, പക്ഷേ തയ്ച്ചില്ലെന്ന് മാത്രം. തുമ്പിക്ക് ഇത് ഞാൻ റെഡിമെയ്ഡ് സ്വയംവരയിൽ എടുത്തതാണ് കേട്ടോ. ഇച്ചിരി പഴയ മോഡലാണെങ്കിലും വലിയ കുഴപ്പമില്ല. അങ്ങനെ എന്താണ്, നമ്മുടെ പന്തലാലിക്കൽ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി മേളവും ഒരാനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരെന്ന് പറയണത് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്ന് പോയതുകൊണ്ട് അവിടെ ആനപ്പുഴയിൽ ഓൾറെഡി താലം പുറപ്പെട്ടു നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിയിട്ട്. പിന്നെ ഇതേ തുമ്പിയും സുക്രവും നല്ല ആസ്വാദനത്തിലാണ്. ചെണ്ട കൊട്ടുമ്പോൾ അച്ഛൻ്റെ മക്കളല്ലേ, അച്ഛനും ചെണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലോണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആനപ്പുഴ എത്തിയപ്പോൾ താലം പകുതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നീലയായിരുന്നു കേട്ടോ കളർ കോമ്പോ. പക്ഷേ ഞാൻ കണ്ടത് കുറച്ചുപേര് വയലറ്റ് ആയിരുന്നു, കുറച്ചുപേര് ഓറഞ്ച്, കുറച്ചുപേര് നീല കളർ അങ്ങനെ ആയിരുന്നു കേട്ടോ. എന്നാൽ അത്യാവശ്യം ആ ഒരു കളർ കോമ്പോ ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ്
ശിങ്കാരിമേളമൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ നമ്മൾ നിന്ന് പോവും, കണ്ട് നിന്ന് പോവും, അമ്മാതിരിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആനപ്പുഴ ജംഗ്ഷനാണ്. അവിടെ കുറച്ച് അധികം നേരം തന്നെ കൊട്ടുട്ടോ, കാരണം അവിടുത്തെ ആൾക്കാർ, അമ്പലത്തിലേക്ക് വരാത്ത ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് കാണും, ഇങ്ങനെ ഉത്സവം കാണും. ഇതൊന്നല്ല കേട്ടോ ശരിക്കും പറഞ്ഞ ഉത്സവം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇച്ചിരി കുറച്ചൊരു ഗുമ്മ് കുറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഉത്സവം കഴിഞ്ഞ വർഷത്തിനേക്കാളും അടിപൊളിയായിരുന്നു എന്ന് പറയാം. കാരണം എന്തിട്ടാണ് നമ്മുടെ ചിന്നുവൊക്കെ നിൽക്കുന്നുണ്ട്, പീല് താലെടുക്കുന്നുണ്ട്, അപ്പോൾ ചിന്നു നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിട്ടാണ് ആര്യ താലെടുത്തിരുന്നു, പിന്നെ ആരുടെ മോളെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാറുവിനെ വളരെയധികം മിസ് ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കൊച്ചിന് പാടില്ലാത്തതുകൊണ്ട് അവൾക്ക് തീരെ വരാൻ പറ്റിയില്ല കേട്ടോ. അതായത് നമ്മളെ പിള്ളേർ സെറ്റുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തുമ്പിക്ക് നല്ല ജലദോഷവും തുമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂക്കൊക്കെ ചീറ്റി കൊടുക്കുന്നുണ്ട്. എന്നാലും അവരുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല രസത്തിൽ നിന്നു കേട്ടോ. അധികം ഇങ്ങനെ വാശിയൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ 2 മക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്, താലം നമ്മുടെ അമ്പലത്തിലേക്ക് അടുക്കാറായിട്ടുണ്ട്. സുധിച്ചേട്ടൻ നടുക്കേറി നിന്നിട്ട് ഇവരോട് ഡാൻസ് കളിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തിട്ടാണ് അങ്ങനെ കേട്ടോ. അങ്ങനെ കുറച്ചു നേരം നിന്നിട്ടപ്പോൾ നമ്മുടെ കാലൊക്കെ കഴിച്ചിട്ടോ. ഈ താല ഇങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ദൈവം എനിക്കും താല എടുക്കാമായിരുന്നു എന്ന്. പക്ഷേ സാഹചര്യം കൊണ്ട് എടുത്തില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും അവരുടെ ഒരു ഡാൻസ് കഴിയും. ഒരു ഡാൻസ് പകുതി എത്തുമ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ഭയങ്കര ഡിലേ ആണ്. അതിന് കാര്യമായിട്ടൊരു കാര്യമുണ്ട്. അത് കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ടെത്തി. അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഉണർത്ത് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ നാടൻ പാട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ തന്നെ സീറ്റ് പിടിച്ചു കേട്ടോ. ഞാൻ സ്റ്റേജാണ് കേട്ടോ കാണിക്കുന്നു. അപ്പോൾ ചേച്ചി വിചാരിച്ചു ആ ചേച്ചി രണ്ടും കേട്ട് ചേച്ചി ചിരിക്കാണ് കേട്ടോ, പാവം ചേച്ചി. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് നേരം ഇപ്പോൾ സുച്ചിരന്തി കോളിഫ്ലവർ വറുത്തതൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലപ്പൊലിക്കുള്ള ടേസ്റ്റ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തിന്നു. പിന്നെ അതേ തുമ്പിക്കുട്ടിയും സുക്രമണിയൊക്കെ ഇരിക്കുന്നുണ്ട്. അമ്മക്ക് ഞാൻ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി അവിടെ ഇരുന്നത് ഇതൊക്കെ കാണുകയാണ് കേട്ടോ. ഇത് തുടങ്ങിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല. എൻ്റെ ടീംസുകൾ വന്നാലല്ലേ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെയൊക്കെ പ്രസാദോട്ട് തിന്നാനായിട്ട് പോയിക്കണായിരുന്നു. ഞാൻ ആരെന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മുടെ മാളും കുഞ്ഞാരിയും പിന്നെ നമ്മുടെ ചിന്നും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ അവിടെ ആരും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അടിപൊളി തകർത്ത് വാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാണ്ട് തകർത്ത് വാരിയിട്ട് ഈ വർഷത്തെ ഉത്സവം ഈ ഒരു നാടൻപാട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ശരിക്കും നാടൻപാട്ട് പാടിയവരൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ സൂചന എന്തോ വീഡിയോസൊക്കെ എടുത്തതാണിത്. പിന്നെ ഇത് അവശതയായിട്ട് ഇത് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു മൊജീറ്റോ കഴിക്കാൻ തിരിച്ച് മൊജീറ്റോ കഴിക്കാനും അമ്മയും സൂചനും കൂടി 2 പിള്ളേർ നോക്കിയിരുന്നത് ഡാൻസ് കളിയിലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവസാനം എത്തിയപ്പോൾ തുമ്പിമോൾ ഇടയാനൊക്കെ തുടങ്ങി. തുമ്പിമോക്ക് വയ്യാണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു, തുമ്പിമോക്ക് മൊജീറ്റോ വേണമെന്ന് പറഞ്ഞിട്ട് തണുപ്പാണ്, എന്നാലും അവൾ കൊടുക്കാണ്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിൽ. ആ ഒരു പച്ച കളർ ആ ഒരു എന്തിട്ടാണ് മുല്ലപ്പൂട്ടാട്ടുന്നില്ല, അതാണ് കേട്ടോ ഞാൻ സ്ലോ മോഷനിൽ കാണിച്ചാണ്. അപ്പം അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.